യു ഡി എഫുകാർക്കൊരു ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടാകുന്ന ഒരു സർവേ എന്നതിനപ്പുറത്തേക്ക് അതിനെന്തെങ്കിലും പ്രാധാന്യം ആരെങ്കിലും കൽപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക. തിരിച്ച് കണ്ണൂരിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് യു ഡി എഫിന് കണ്ണൂരിൽ ഇവർ പ്രഡിക്റ്റ് ചെയ്യുന്ന 3 മുതൽ 5 വരെ സീറ്റും എൽ ഡി എഫിന് 6 മുതൽ 8 വരെ സീറ്റുമാണ്. കോഴിക്കോടാണ് യു ഡി എഫിന് അട്ടിമറി മുന്നേറ്റം പ്രവചിച്ചിട്ടുള്ളത്, 9 മുതൽ 11 വരെ സീറ്റ്. അവിടുന്ന് കോട്ടയത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഏറെ രസകരമായിട്ടുള്ള സംഭവം, 7 മുതൽ 9 സീറ്റ് വരെ, അതായത് 7 സീറ്റ് മുതൽ 9 സീറ്റ് വരെ യു ഡി എഫിന് കിട്ടുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ വി ഡി സതീശന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ട് ഏതെങ്കിലും ഒരു എക്സിറ്റ് പോൾ ഏജൻസി തയ്യാറാക്കിയ റിപ്പോർട്ടാണോ എന്ന് നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ പോലും അതിൽ തെറ്റില്ലാതെ എനിക്ക് തോന്നുന്നു. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാന്ദ്ര. ഈ മലയാള മനോരമയുടെ പുതിയ എക്സിറ്റ് പോൾ റിസൾട്ട് വന്നിട്ടുണ്ടല്ലോ, അതിൽ യു ഡി എഫിനാണ് മുന്നേറ്റം എന്ന് പറയുന്നത്. എന്തായിരിക്കും സംഭവിക്കുക? ഞാനിപ്പോ മലയാള മനോരമയുടെ കഴിഞ്ഞ വർഷത്തെ, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ 2021 സർവേ ഫലം ഒന്ന് എടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമുക്ക് പ്രേക്ഷകർ കൂടി ഒന്ന് കാണിച്ചത്. എം.എം.മണിക്ക് മുന്നിലാണ് സന്തോഷ് മാധവൻ എൻ.ഡി.എ സ്ഥാനാർത്ഥി, പി.ഡി.ജെ സ്ഥാനാർത്ഥി 15.1% വോട്ട് നേടുമ്പോൾ 1.3 എന്ന ഫോട്ടോ ഫിനിഷിൽ യു ഡി എഫ് മുന്നിൽ നിൽക്കുന്നു. എം.എം.മണി പിന്നിലാണ്. മുന്നിലേക്ക് വന്നു കഴിഞ്ഞത് കെ കെ ശൈലജ 39.2% വോട്ടുമായി മുന്നിൽ, 34.6% ഇല്ലിക്കൽ അഗസ്തി ആർ എസ് പി സ്ഥാനാർത്ഥി. എന്ന് വെച്ചാൽ 5% മാത്രം വോട്ട് വ്യത്യാസം. എന്ന് വെച്ചാൽ അത് അവിശ്വസനീയമാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ പറയേണ്ടി വരും. കാരണം 4.6% മാത്രം വോട്ട് വ്യത്യാസമോ? ഇ പി ജയരാജൻ കൊട്ടക്കണക്കിന് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സർവേയാണ്, മലയാള മനോരമയുടെ സർവേയാണ്. ഈ സർവേയിൽ അവർ പരാജയപ്പെടും എന്ന് പറഞ്ഞിരുന്ന, അതായത് മുഹമ്മദ് റിയാസ് പരാജയപ്പെടുമെന്ന് പറഞ്ഞിരുന്നു, എം.എം.മണി പരാജയപ്പെടുമെന്ന് പറഞ്ഞിരുന്നു, കെ കെ ശൈലജ ടീച്ചർക്ക് ഭൂരിപക്ഷം കുറയുമെന്ന് പറഞ്ഞിരുന്നു. കെ കെ ശൈലജ ടീച്ചറിൻ്റെ ഭൂരിപക്ഷം ഇ പി ജയരാജനേക്കാൾ കുറവായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കെ കെ ശൈലജ ടീച്ചറിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചരിത്ര ഭൂരിപക്ഷമായിരുന്നു മട്ടന്നൂരിൽ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മലയാള മനോരമയുടെ സർവേ എന്ന് പറയുന്നത് യു ഡി എഫുകാർക്കൊരു ഇലക്ട്രിഫിക്കേഷൻ ഒരു പദമുണ്ട്. അത് കെ എം ഷാജഹാൻ ഒരു പ്രാവശ്യം പറഞ്ഞാണ് മൊത്തത്തിൽ ഒരു ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ യു ഡി എഫുകാർക്കൊരു ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടാകുന്ന ഒരു സർവേ എന്നതിനപ്പുറത്തേക്ക് അതിനെന്തെങ്കിലും പ്രാധാന്യം ആരെങ്കിലും കൽപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക. യാതൊരുവിധ ആധികാരികതയും ഇല്ലാതെ അയ്യപ്പദാസിനെ പോലെയൊക്കെയുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് 2021 എക്സിറ്റ് പോൾ സർവേ അവതരിപ്പിച്ചത്. ഈ പ്രാവശ്യം വീണ്ടും അയ്യപ്പദാസ് തന്നെ വന്ന് അവതരിപ്പിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ അതിൻ്റെ ഒരു ആധികാരികത ഒന്ന് പരിശോധിച്ചിട്ട് വേണമായിരുന്നു ഇവരത് പുറത്തേക്ക് വിടാനായിട്ട്. പിന്നെ ഒരു യു ഡി എഫ് ആളുകൾ കാണുന്ന ഒരു ചാനലാണ് മലയാള മനോരമയും മാതൃഭൂമിയും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ദേശാഭിമാനിയും കൈരളിയും ഒക്കെ എങ്ങനെയാണോ എൽ ഡി എഫിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, അതേ രീതിയിൽ തന്നെ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മലയാള മനോരമ എന്നുള്ളത് കൊണ്ട്, അവരുടെ പ്രേക്ഷകർ കോൺഗ്രസ്സുകാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു സർവേ വിട്ടാൽ മാത്രമേ അതിന് കൂടുതലായിട്ട് വ്യൂവേഴ്സ് കിട്ടത്തുള്ളൂ, കൂടുതലായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കിട്ടത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ മലയാള മനോരമയ്ക്ക് ഇതേ രീതിയിൽ തന്നെ സർവേ പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് മനോരമയുടെ സർവേ ഒന്ന് പരിശോധിച്ച് നോക്കാം. കാസർഗോഡ് ടോട്ടൽ സീറ്റ് 5, യു ഡി എഫിന് 2 മുതൽ 4 വരെ സീറ്റുകളാണ് പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. എൽ ഡി എഫിന് 1 മുതൽ 3 വരെ സീറ്റുകൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു യു ഡി എഫിന് ഒരു ഇലക്ട്രിഫിക്കേഷനിലാക്കാൻ വേണ്ടിയിട്ടാണ് 2 മുതൽ 4 വരെ സീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് തൃക്കരിപ്പൂരൊക്കെ ഈ സന്ദീപ് വാര്യര് വിജയിക്കും എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ 2 മുതൽ 4 വരെ സീറ്റ്, അതായത് കാസർഗോഡ്, ഉദുമ, തൃക്കരിപ്പൂര്, പിന്നെ മഞ്ചേശ്വരം, ഈ 4 സീറ്റുകൾ നേടുമെന്നൊക്കെയുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും ഒരുപക്ഷെ ഈ 2 മുതൽ 4 വരെ എന്ന് പറഞ്ഞത്. അതിനകത്ത് ഉദുമയിൽ ഈ പറഞ്ഞ പോലെ ഒരു മത്സരം നടക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൂടാതെ തന്നെ തൃക്കരിപ്പൂരും പിന്നെ നമ്മളുടെ കാഞ്ഞങ്ങാട്, ഈ 2 മണ്ഡലങ്ങളിൽ ഏകപക്ഷീയമായിട്ട് തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണേണ്ടി വരുന്നത്. എന്നാൽ മറിച്ച് അപ്പുറത്ത് ഉദുമയിൽ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. ആ മത്സരത്തെ നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. തിരിച്ച് കണ്ണൂരിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് യു ഡി എഫിന് കണ്ണൂരിൽ ഇവർ പ്രഡിക്റ്റ് ചെയ്യുന്ന 3 മുതൽ 5 വരെ സീറ്റും എൽ ഡി എഫിന് 6 മുതൽ 8 വരെ സീറ്റുമാണ്. അതായത് ഇതിനകത്ത് ഇവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ, കണ്ണൂർ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ 3 മുതൽ 5 വരെ എന്ന് പറയുന്നത്. അതിനകത്ത് ചില റിയാലിറ്റി ഉണ്ട്. കണ്ണൂരും ഈ പറഞ്ഞ പേരാവൂര്, ഇരിക്കൂർ, ഈ 3 മണ്ഡലങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നതിനപ്പുറത്തേക്ക് കണ്ണൂർ മറ്റൊരു സീറ്റും യു ഡി എഫിന് കിട്ടത്തില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് യു ഡി എഫിന് കൊടുത്തിരിക്കുന്നത് 3 മുതൽ 5 വരെയുള്ള സീറ്റാണ്. ഏതെങ്കിലും അവരുടെ പ്രതീക്ഷകളല്ലേ യു ഡി എഫിന് ഒരു ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.
അവിടെ നമ്മൾ നേരെ കോഴിക്കോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് കോഴിക്കോടാണ് UDF അട്ടിമറി മുന്നേറ്റം പ്രവചിച്ചിട്ടുള്ളത്. 9 മുതൽ 11 വരെ സീറ്റ്, 2 മുതൽ 4 വരെ സീറ്റ് ആണ് LDF പ്രൊഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ബേപ്പൂർ ഉൾപ്പെടെ കഴിഞ്ഞ പ്രാവശ്യം മലയാള മനോരമ മുഹമ്മദ് റിയാസിനെ തോൽപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ ഇപ്രാവശ്യം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഈ ഒരു സർവേ ഒക്കെ കണ്ടതിന് ശേഷം നമ്മുടെ PV അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തല മുട്ടയടിച്ച് കാതിൽ കമ്മലിട്ട് റോഡിൽ കൂടി ഓടും, പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡ് വരെ ഓടും എന്നൊക്കെയുള്ള ഒരു ഇതാണ് നടത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷവരക്കാരനെ ഇന്ന് തന്നെ വിളിച്ച് അവിടെ കൊണ്ടുപോയി വീട്ടിൽ നിർത്തുന്നത് അൻവർക്കേക്ക് നല്ലതായിരിക്കും. കാരണം അന്ന് പിന്നെ ഈ ശവരക്കാരന്മാരെ തപ്പി നടക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ബാർബർമാരെ അത് കിട്ടിയില്ല. പുള്ളിയെ സംബന്ധിച്ചിട്ട് പുള്ളി പണ്ട് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു പരാജയപ്പെട്ടാൽ MLA സ്ഥാനം രാജിവെക്കുമെന്ന്. അതിനുശേഷം പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ രാഷ്ട്രീയമല്ലേ, ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ പറയാനല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അവിടെ അപ്പോൾ ഞാൻ പറയുന്ന കോഴിക്കോട് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് തിരുവമ്പാടി അവർ ഉദ്ദേശിക്കുന്നുണ്ടാവും, നാദാപുരം ഉദ്ദേശിക്കുന്നുണ്ടാവും, വടകര ഉദ്ദേശിക്കുന്നുണ്ടാവും, ഇങ്ങനെ കൊടുവള്ളി ഇങ്ങനെയുള്ള സീറ്റുകളായിരിക്കും ഒരുപക്ഷെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിലനിർത്തിയ സീറ്റുകളിൽ നിന്ന് കോഴിക്കോടിൽ സൗത്ത് ഒരു പക്ഷേ UDF കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലുമൊക്കെ സീറ്റുകൾ UDF എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കനത്ത മത്സരം നടക്കുന്നുണ്ട്. പക്ഷേ LDF കൈകളിൽ നിന്ന് ഈ പറയുന്ന മാതിരിയുള്ള ഒരു വലിയൊരു അട്ടിമറിയൊന്നും കോഴിക്കോട് സംഭവിക്കില്ല എന്ന് തന്നെ അവിടെ മനസ്സിലാക്കാനായിട്ട്. അവിടുന്ന് വയനാട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് 2 മുതൽ 3 വരെ സീറ്റുകൾ UDF നൽകുമ്പോൾ LDF നൽകുന്നത് 0 മുതൽ 1 വരെയുള്ള സീറ്റുകളാണ്. 0 മുതൽ 1 വരെ ഒരു സീറ്റ് LDF കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ORK മാനന്തവാടിയിലാണ്. അതിന് വിജയസാധ്യത ഉണ്ട് എന്നുള്ളത് സത്യമാണ്. 2 UDF അതും ഒരു പ്രാക്ടിക്കലി ഇതാണ്. മലപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കാണ് UDF 14 മുതൽ 16 വരെ സീറ്റുകൾ, LDF 1 സീറ്റ്, 0 മുതൽ 1 സീറ്റ് വരെ. ഒരു പക്ഷേ 16 സീറ്റുകളും അവിടെ UDF എന്നുള്ള രീതിയിലേക്കാണ് മലയാള മനോരമയുടെ സർവേ പോകുന്നത്. കുറച്ചൊക്കെ നമുക്ക് പറയാം ഒരു 15 സീറ്റ് വരെ ഒരു പക്ഷേ അവിടെ UDF നേടാനായിട്ടുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. പാലക്കാട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് 7 മുതൽ 9 വരെ സീറ്റുകളാണ് LDF പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. UDF 3 മുതൽ 5 വരെ സീറ്റുകളാണ്. അതിൽ 3 എന്ന് പറഞ്ഞിരിക്കുന്ന സീറ്റിനകത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പക്ഷേ 3 മുതൽ 5 വരെ എന്ന് പറയുന്നത് പട്ടാമ്പിയും അതോടൊപ്പം തന്നെ ഈ ഒറ്റപ്പാലവും ഒക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. അതൊക്കെ വെറുതെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. ഇപ്പോൾ ഈ മലപ്പുറവും പാലക്കാടും പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ കുറച്ച് യാഥാർത്ഥ്യമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അവിടെ നമ്മൾ തൃശ്ശൂരിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് 9 മുതൽ 11 സീറ്റ് വരെയാണ് LDF പറയുന്നത്. UDF 2 മുതൽ 4 വരെ സീറ്റുകൾ. ഇതിനകത്ത് ചാലക്കുടിയുടെ കാര്യത്തിൽ പോലും സംശയമുണ്ട്. പിന്നെ വടക്കാഞ്ചേരിയും ഇരിങ്ങാലക്കുടയും ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ സാധ്യതകൾ വളരെ വിരളമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെയും ഏകദേശം യാഥാർത്ഥ്യവുമായിട്ട് യോജിച്ച് നിൽക്കുന്ന രീതിയിലാണ് സർവേ വന്നിട്ടുള്ളത്. 9 മുതൽ 11 വരെ സീറ്റുകൾ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് എറണാകുളത്ത് UDF 12 മുതൽ 14 സീറ്റുകൾ വരെയും LDF 2 സീറ്റുകളും. ഇവിടെയും ഒരു 80% സത്യമാണെന്ന് പറയാം. പക്ഷേ ഈ 0 മുതൽ 4 വരെ എന്നുള്ളതാക്കേണ്ടി വരും. അതായത് 2 മുതൽ 4 വരെ 2 സീറ്റ് ഉറപ്പായിട്ട് കിട്ടുന്നുണ്ട്. അതുകൂടാതെ 2 മുതൽ 5 സീറ്റുകൾ വരെ എന്ന് പറയുകയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ സർവേക്ക് അതിൻ്റെ ഒരു 100% മാർക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ബാക്കി UDF മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു ജില്ല തന്നെയാണ് എറണാകുളം എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇടുക്കിയിലേക്ക് വരുമ്പോഴത്തേക്ക് 3 to 5 സീറ്റ്സാണ് UDF കൊടുക്കുന്നത്. LDF 0 മുതൽ 2 വരെ സീറ്റാണ് കൊടുക്കുന്നത്. ഇതൊക്കെ ഒരു പ്രാക്ടിക്കലി ഒരു നമ്മളുടെ ഒരു കോമൺ സെൻസിനെ ചോദ്യം ചെയ്ത രീതിയിലുള്ള ഒരു സർവേയാണ് ഇടുക്കിയെ സംബന്ധിച്ചിട്ടുണ്ടിരിക്കുന്നത്. അവിടെ 3 മുതൽ 5 വരെ സീറ്റുകളാണ് UDF. ഒരിക്കലും സംഭവിക്കാൻ പോകുന്നൊരു കാര്യമല്ല. 3 എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടാണ് പറയുന്നത്. 3 to 5 എന്ന് അവരുദ്ദേശിക്കുന്നത് ഒരു പക്ഷേ തൊടുപുഴയും ഇടുക്കിയും ഉടുമ്പൻചോലയൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ദേവികുളം ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നെ പീരുമേടായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് പീരുമേടിൽ മത്സരമുണ്ട്, തൊടുപുഴയിലും വളരെ ഇതായിട്ട് കിട്ടും. എന്നതിനപ്പുറത്തേക്ക് 1 മുതൽ 5 വരെ എന്ന് എഴുതുന്നതായിരുന്നു ഉചിതം. കാരണം 1 സീറ്റ് കിട്ടും, അത് തൊടുപുഴയാണ്. പക്ഷേ തൊടുപുഴയിലും അതിശക്തമായ മത്സരമുണ്ട്. ബാക്കി ഇടുക്കി, ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് ഈ സീറ്റുകളിലൊക്കെ ഉടുമ്പൻചോലയൊന്നും മത്സരമേ ഇല്ല. ദേവികുളത്തും മത്സരമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ പീരുമേടിലും അതോടൊപ്പം തന്നെ ഇടുക്കിയിലും മത്സരമുണ്ട്. പക്ഷേ ആ മത്സരത്തെ അതിജീവിച്ചുകൊണ്ട് തന്നെ LDF അവിടെ വിജയത്തിൽ എത്താൻ വേണ്ടി സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടുന്ന് കോട്ടയത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഏറെ രസകരമായിട്ടുള്ള സംഭവം. 7 മുതൽ 9 സീറ്റ് വരെ, അതായത് 7 സീറ്റ് മുതൽ 9 സീറ്റ് വരെ UDF കിട്ടുമെന്നാണ് പറയുന്നത്. പ്രാക്ടിക്കലി ഒരു ലോജിക്കില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണത്തിലൂടെ വൈക്കവും കാഞ്ഞിരപ്പള്ളിയും മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ 2 സീറ്റാവും. ഏറ്റുമാനൂർ VN വാസവനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, കഴമ്പുമില്ല. അപ്പം തന്നെ LDF 3 സീറ്റായല്ലോ. പിന്നെയും കിടക്കുകയാണെന്ന് സീറ്റുകൾ. അവിടെ ഒരു പക്ഷേ
UDFിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് 3 മുതൽ 5 വരെയും, എന്നാൽ മറിച്ച് LDFിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് 5 മുതൽ 7 വരെ സീറ്റുകൾക്കുള്ള സാധ്യതകൾ അവിടെ കോട്ടയത്ത് തള്ളികളയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ആലപ്പുഴയിലേക്ക് വരുമ്പോഴത്തേക്ക് 5 മുതൽ 7 വരെ സീറ്റ് എന്നാണ് പറയുന്നത്. LDFിന് 2 മുതൽ 4 വരെ സീറ്റ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഏത് ലോകത്തിരുന്ന് അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിലിരുന്നു കൊണ്ട് തയ്യാറാക്കുന്ന ഒരു എക്സിറ്റ് പോൾ ആണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ VD സതീശൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ട് ഏതെങ്കിലും ഒരു എക്സിറ്റ് പോൾ ഏജൻസി തയ്യാറാക്കിയ റിപ്പോർട്ടാണോ എന്ന് നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ പോലും അതിൽ തെറ്റില്ലാതെ എനിക്ക് തോന്നുന്നു. അരൂരും കുട്ടനാടും ഹരിപ്പാട് ഈ 3 മണ്ഡലങ്ങൾ, ഹരിപ്പാടും കുട്ടനാടും ഉറപ്പായിട്ടും UDF വിജയിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അരൂരിൽ കനത്ത മത്സരം നടക്കുന്നുണ്ട്. അമ്പലപ്പുഴയിലൊക്കെ G സുധാകരൻ എന്ന് പറയുന്നയാൾ വോട്ടുപെട്ടി പൊട്ടിച്ച് 11 മണിയാകുമ്പോഴത്തേക്ക് തോൽക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു ചലനവും അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കായംകുളത്ത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു മത്സരവും അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എം ലിജു വിജയിക്കണമെന്ന്, നിയമസഭയിൽ എത്തണമെന്നും ഒക്കെ അതിയായ ആഗ്രഹമുള്ള ആളുകളാണ് നമ്മളൊക്കെ. പക്ഷേ എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഇപ്രാവശ്യവും കേരള നിയമസഭ കാണാനായിട്ടുള്ള ഭാഗ്യമില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ നമ്മൾ നേരെ പത്തനംതിട്ടയിലേക്ക് വരുമ്പോഴത്തേക്ക് 2 മുതൽ 4 വരെ സീറ്റുകൾ, നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്ന 5 സീറ്റുകളും കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ 2 മുതൽ 4 വരെ സീറ്റൊന്നുമില്ല, 1 മുതൽ 2 വരെ സീറ്റ്. അതാണ് കറക്റ്റായിട്ടുള്ള എക്സിറ്റ് പോൾ. മറിച്ച് LDFിനെ സംബന്ധിച്ചിട്ട് 2 മുതൽ 5 വരെ സീറ്റുകൾക്കുള്ള സാധ്യത അവിടെ തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല. UDFിനെ സംബന്ധിച്ചുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 2, LDFിനെ സംബന്ധിച്ചിട്ട് 3 മുതൽ 5 വരെ സീറ്റ് അവർക്ക് ഡെഫിനറ്റ് ആയിട്ട് എഴുതി വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. കൊല്ലത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് UDFിന് 5 മുതൽ 7 വരെ സീറ്റുകൾ, LDFിന് 4 മുതൽ 6 വരെ സീറ്റുകൾ, NDAക്ക് ഒരു സീറ്റും പ്രവചിക്കുന്നില്ല. അങ്ങനെ ഈ കൊല്ലത്തെക്കുറിച്ച് ഞാൻ ഒരു കമൻട്രി പറയുന്നില്ല. കാരണം എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊല്ലത്തിൻ്റെ ഒരു ഇടത് ചായ്വ് അവിടെ ചവറ തിരിച്ചു പിടിക്കും, കുണ്ട്ര നിലനിർത്തും, കരുനാഗപ്പള്ളി നിലനിർത്തും. 3 സീറ്റുകൾക്കുള്ള സാധ്യതകൾക്കപ്പുറത്തേക്ക് മലയാള മനോരമ കണ്ടെത്തിയിരിക്കുന്ന മറ്റ് സീറ്റുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം കൊല്ലത്ത് നല്ല കനത്ത മത്സരമാണ് നടന്നിട്ടുള്ളത്. എങ്കിൽ തന്നെയും അവസാന റൗണ്ടിൽ അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥി തന്നെ വിജയിക്കും എന്നുള്ളത് കാര്യത്തിൽ സംശയം വേണ്ട. തിരുവനന്തപുരത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് LDFിന് 6 മുതൽ 8 വരെ സീറ്റുകളും, UDFിന് 4 മുതൽ 6 വരെ സീറ്റുകളും, NDAക്ക് 1 മുതൽ 3 വരെ സീറ്റുകളും നൽകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് പാലക്കാടൊന്നും NDAക്ക് ഒരു സീറ്റും പറയുന്നില്ല. വേണമെങ്കിൽ 0 to 1 കൊടുക്കാമായിരുന്നതാണ്. അവിടെ ഇതൊന്നും കൊടുത്തിട്ടില്ല. തൃശ്ശൂർ വേണമെങ്കിൽ 0 to 1 കൊടുക്കാമായിരുന്നു. അവിടെ ഇതൊന്നും കൊടുത്തിട്ടില്ല. ഈ പറഞ്ഞ പത്തനംതിട്ടയിൽ വേണമെങ്കിൽ 0 to 1 കൊടുക്കാമായിരുന്നു. അവിടും കൊടുത്തിട്ടില്ല. തിരുവനന്തപുരത്ത് അവരുദ്ദേശിക്കുന്ന കഴക്കൂട്ടവും നേമവും ഒക്കെ ആയിരിക്കും, വട്ടിയൂർക്കാവും ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഈ 3 മണ്ഡലങ്ങളിലും ഒരു ചുക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൂടാതെ തന്നെ ഈ LDFിന് 6 മുതൽ 8 വരെ സീറ്റ് എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല. അതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് 8 മുതൽ 12 സീറ്റുകൾ വരെ LDF എന്നുള്ളതും 1 മുതൽ ഒരു 3 സീറ്റ് വരെ UDF എന്നുള്ള സാധ്യതകൾക്കപ്പുറത്തേക്കില്ല. മൊത്തത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് UDFിന് 82 മുതൽ 94 വരെ സീറ്റുകളും, LDFിന് 44 മുതൽ 56 വരെ സീറ്റുകളും, NDAക്ക് 1 മുതൽ 3 വരെ, 1 എന്നുള്ളത് ഫിക്സ് ചെയ്തേക്കാണ് എന്നുള്ളതാണ് മലയാള മനോരമയുടെ സർവേ. ഏതൊക്കെയാലും സാധ്യതയുടെ കലയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഉത്സവമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFകാർക്ക് ഒന്നുകൂടെ ഒരു ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മലയാള മനോരമ എടുത്തിട്ടുള്ള ഇതുപോലത്തെ ഒരു സർവേ, ഒരു യാതൊരു ലോജിക്കും ഇല്ലാത്ത സർവേയിൽ UDFകാർ ഇലക്ട്രിഫിക്കേഷൻ കൊണ്ട് അഴിഞ്ഞാടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുകൊണ്ട് LDFിൻ്റെ പ്രവർത്തകർ 4-ാം തീയതി രാവിലെ ഒരു 11 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ ആഘോഷങ്ങൾ ആരംഭിക്കാവുള്ളൂ. UDFകാർ അതുവരെ അവരുടെ ആഘോഷങ്ങളുമായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രമേ മലയാള മനോരമയുടെ ഈ സർവേയെക്കുറിച്ച് പറയാനുള്ളൂ.